ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അയ്യോ വൈകി. അപ്പം എൻ്റെ കൂടെയുള്ള 3 പേര് ഇപ്പോൾ ഈ വ്ളോഗിലില്ല. ദാറ്റ് ഈസ് ബിക്കോസ് നമുക്കിപ്പോൾ സമ്മർ വെക്കേഷനാണ്. സുമി ആൻഡ് ശ്രീകുട്ടി ഇസ് ഇൻ ജോർജിയ, ഞാനും ഹെല്ലും ഇപ്പോൾ UAE-യിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗൊന്നും അങ്ങോട്ട് ശരിയാവാത്തത്. ബിക്കോസ് എല്ലാവരും വേറെ വേറെ സ്ഥലത്തായതുകൊണ്ട് ഒബ്വിയസ്ലി ഒരുമിച്ചൊരു വ്ളോഗ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വ്ളോഗ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ വീട്ടിലോട്ട് ഹെലൻ ജോസ് വരുന്നുണ്ട്. സോ വി തോട്ട് നമ്മളൊരു കുഞ്ഞു വ്ളോഗ് സെറ്റപ്പ് ഒക്കെ ചെയ്യാം. ബിക്കോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഡെഡ് ആയിരിക്കുകയാണ്. സോ വൈ നോട്ട്, ലെറ്റ്സ് പ്രൊസീഡ്. ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓഫ് ഇന്ത്യ. ഹായ്, നമ്മൾ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ആഫ്റ്റർ സോ ലോങ്, ഒരു 2 weeks മേബി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കും. ഞങ്ങൾ ഇനിയും കുറച്ച് ഗോസിപ്പ് ചെയ്യാൻ പോവുകയാണ്. കുറെ നാളത്തെ ഉണ്ട്. ആദുവിന്റെ കുഞ്ഞനാണ്, കുറച്ച് നോട്ട് ചെയ്യാം. ഞാൻ കൊണ്ടുവന്ന കവർ ഇങ്ങനെ തുറക്കാൻ നോക്കും എങ്ങനെയെങ്കിലും. അങ്ങനെ നമ്മൾ ഇച്ചിരി ഗോസിപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫുഡിലോട്ട് കിടക്കാൻ പോവാണ്. ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങി. അതെ, ഇവിടെ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്, മെയ്ഡ് ബൈ ഹെലൻസ് അമ്മ, ആൻഡ് പിസ്സ ഉണ്ട്. അത് വാങ്ങിച്ച. അതെ അതെ, പിന്നെ ചായ അതുണ്ടാക്കി. അപ്പൊ നമ്മളിപ്പം നമ്മുടെ നോമ്പ് തുറക്കുള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നോമ്പ് നമ്മൾ എടുത്തില്ല, സ്റ്റിൽ നമ്മളിത് തുറന്നു. അപ്പൊ ഇനി നമ്മള് കുറച്ച് വേറെ പരിപാടികളായിട്ടൊക്കെ പോവാണ്. ജീവനുണ്ടെങ്കിൽ ഒരു സ്ഥലത്തോട് ചാടാൻ പോകും. ആൾക്കാരുടെ മുന്നെല്ലാം നാടകം അതിൽ അവർ ശ്രദ്ധിച്ചില്ല. ഇതാണ് നമ്മുടെ വ്ളോഗിൽ കയറ്റാൻ പോകുന്നത്. ഞാൻ ബാസ്കറ്റ്ബോൾ ആയിരുന്നു സ്കൂളിൽ കളിക്കുന്നത്. പറയോ ഇത്ര ഹൈറ്റ് എനിക്ക് വന്നു. അത് കാറ്റായിരുന്നു. നമ്മൾ സാങ്കേതിക ബുദ്ധിമുട്ടുകളായാലും നമുക്ക് അവിടെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റിയില്ല അവിടെ. അപ്പം നമ്മളിവിടെ അകത്ത് ഇവിടെ ഒരു ജിമ്മുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കൈസ് വേറെ സംഭവം കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ പൂളിച്ചാടാൻ പോവുകയാണ്. ഇവിടെ ഇപ്പം നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ഇപ്പം ഇവിടെ തിരക്കൊന്നും ഇല്ല. വീഴല്ലേ, എനിക്ക് പേടി, എനിക്ക് നിന്നെ പൊക്കാൻ പറ്റത്തില്ല, കളിക്കല്ലേ. പതിയെ ഇരിക്കേ, തെന്നൊന്നും വീഴല്ലേ. ഗൈസ്, എനിക്ക് നല്ല പേടിയാ വെള്ളത്തിന്. അത് കുഴപ്പമില്ല, ഇറങ്ങുന്നതാണ് ടാസ്ക്. കയറി വരുന്ന എങ്ങനെയാന്ന് ഗൈസ് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ആ ഒരു സന്തോഷവും ചിരിയുമാണ് ഞാൻ കാണുന്നത്. ആണോ? ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അത് ഹായ് പറ. നമുക്ക് മറ്റേ ചാലഞ്ച് ചെയ്യും. നമുക്കിവിടെ ഒരു കുറെ കുട്ടിക്കൂട്ടങ്ങളെ കിട്ടിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. അവർക്കെല്ലാം നീന്താൻ അറിയാം. നമ്മളിവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ മിണ്ടി തുടങ്ങി. നമ്മൾ ഓരോ ചാലഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ. ഇനി ഇവരെല്ലാം
ഇഷ്ടമൊക്കെ അല്ലേ? പിന്നെ അവൾ തണുത്ത ഒരു വഴിയായിരിക്കാണ്. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, അത് നമ്മുടെ ഒരു ഫേമസ് ഒരാളെ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അത് ആരാണ്? നമ്മുടെ ആരാ? ഹലോ, അപ്പൊ നമ്മള് സ്വിമ്മിങ് പൂള് കഴിഞ്ഞു, ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പം ക്യാരി ഫോറിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ക്യാരി ഫോറിൽ നമ്മുടെ അൽബേക്കുണ്ട്. അപ്പോൾ ഹെലിന് അവിടെ ഒന്ന് ഒരു ബർഗർ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ അതിനായി പോവുകയാണ്. പക്ഷെ നടക്കാനുണ്ട്, വീടിനടുത്താണ്, പക്ഷെ അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മളങ്ങനെ സിറ്റി സെന്ററിൽ എത്തിയിരിക്കുകയാണ്. അതിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് സിറ്റി സെന്ററിൽ. അപ്പോൾ നമ്മൾ അൽബേക്കിലെ ക്യൂവിലെത്തി. കമ്പയർഡ് ടു ദുബായ് ആക്ച്വലി കുറച്ചേ ഉള്ളൂ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്ര ആൾക്കാർ ക്യൂവിലുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒരു റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് ഹെലിൻ്റെ ഫേവറേറ്റ് അല്ല, എനിക്ക് അറിയത്തില്ല ഫേവറേറ്റ് ആണ്. ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ട്രൈ വെച്ച് നമ്മൾ അത്യാവശ്യം സൈസ് ഉണ്ട്. ആഹാ, ഫുഡ് ബ്ലോഗറാണോ? ഓക്കെ, മതി ഞാൻ തിന്നിട്ട്. സോ ലെറ്റ്സ് സീ ഹർ റിയാക്ഷൻ. കൈഡി, ഓ നല്ല കിട്ടി. അത് കെഡിറ്റ് ചെയ്ത് കളയാം നമുക്ക്. ആണല്ല, അപ്പൊ രണ്ടെണ്ണം കൂടെ ഫുഡ് ഇറ്റ്സ് ഗുഡ്, ലുക്സ് ഗുഡ്. പക്ഷേ അതിന് നമുക്ക് കാണുമ്പോഴേ അറിയാം ഗുഡ് ആണെന്ന്. Did you like it? It's nice. അറ ഒളിക്കുന്നേ. നമ്മൾ ഫുഡ് കുക്കിംഗ് പ്രോസസ്സിലാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുക. ആ ടാറ്റു ആരും ശ്രദ്ധിക്കാതെ പോവല്ലേ. അങ്ങനെ നമ്മൾ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ റെഡിയായി. നമ്മൾ കുറച്ചും കൂടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഫുൾ കാണിക്കാം. ഒരു ക്യാരക്ടർ ഇവിടെ വന്ന് വല്ലാണ്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണപ്പെടുന്നതാണ്. ഹൊയ് ഹൊയ് ഹൊയ്. ഇനി മറിഞ്ഞു കളി. ഈ ക്യാരക്ടർ ഭയങ്കര നോട്ടി ക്യാരക്ടർ. ഇവിടുത്തെ ചൊറിയാം കാണിക്കുന്നില്ല. എന്തുവാ ഗൂയിസ്? അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡി ആയിരിക്കുന്നു. ഇപ്പം ഫുഡെല്ലാം കഴിഞ്ഞു, കുറേ നേരം മുന്നേ കഴിഞ്ഞു. നമ്മളിങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളൊരു ഭയങ്കര അടിപൊളി പടം കണ്ടു, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. എല്ലാവരും തീർച്ചയായും കാണേണ്ടതാണ്. ഓൾറെഡി ഇറങ്ങിയത് ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ 2-3 ദിവസം മുന്നേ കണ്ടു. അപ്പം മുതൽ വെരി ഡിപ്രസ്ഡ് ആൻഡ് അൺഇംപ്രസ്ഡ് ബൈ ദ സൊസൈറ്റി. അങ്ങനെ അത്ര എനിക്ക് ഒട്ടും നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൂവിയാണ്. നമ്മൾ ഇപ്പോഴാണ് റിവ്യൂ തരുന്നത്, പണ്ടെങ്ങാണ്ട് റിലീസ് ചെയ്ത ഒരു മൂവിന്റെ. പിന്നെ സുമി ശ്രീകുട്ടി അവിടെ അവർ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കി അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. നമുക്ക് വിളിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല ഇന്ന്, ബിക്കോസ് നമ്മളിങ്ങനെ കറങ്ങി നടന്ന് സമയെല്ലാം പോയ എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ചാടി. അപ്പം നമ്മള് പരിപാടിയൊക്കെ ഇന്നത്തേക്ക് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ രാവിലെ കാണാം. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും രാവിലെ എണീറ്റാല്. പീസ്, ഗുഡ് നൈറ്റ്. നമ്മുടെ രാവിലത്തെ ഷേക്ക് റെഡി. ഹായ് ഗൈസ്. എടി റിൻഷ എന്താ അവളും കൂടെ കാണിക്കേ.
അപ്പം അങ്ങനെ നമ്മൾ കുറച്ചു നേരം മുന്നേ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. കാരണം അപ്പം ഇപ്പം വരും. അപ്പം വരുമ്പോൾ പോവും. അങ്ങനെ വീണ്ടും ആക്ച്വലി ഇവളുടെ പേരൻസ് നാട്ടിൽ പോയേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ചില്ല് ചെയ്യാൻ വേണ്ടിയാണ്, മനസ്സിലായോ? ഓക്കെ. അപ്പം ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ബൈ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ ചെല്ലക്കുട്ടീസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചായയും കടിയൊക്കെ കടി വേണ്ട. ഇത് ഭയങ്കര എക്സസൈസ് ആണ്. അതെന്തോ മൊത്തം എക്സ്പ്രഷൻ. എടാ ഭയങ്കര ഭയങ്കര ഗ്രെയിൻസ് അല്ല. എന്ത് ചെയ്യും? അപ്പൊ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ഗ്രെയിൻസ് ലൈറ്റ് ഓൺ ആക്കട്ടെ. ഓക്കെ. എവിടെ